ഈ ലോകത്തിലെ AI-യും ടെക് റെവല്യൂഷനും ലീഡ് ചെയ്യുന്ന കമ്പനീസ് ഗൂഗിൾ ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ഇതൊക്കെ US സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസാണ്. NVIDIA പോലെ ഇന്ത്യയുടെ GDP-നേക്കാൾ വലുതായി ഈ കമ്പനീസിനെ നമുക്ക് വാങ്ങാൻ പറ്റുമോ? ഉത്തരം വളരെ സിമ്പിളാണ്. വാങ്ങാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇത് വാങ്ങാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് 6 വഴികളാണുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എക്സാക്ട്ലി അത് തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 6 വഴികളും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ വീഡിയോൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും എങ്ങനെ US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും അതിൽ ഏറ്റവും ബെസ്റ്റ് വഴി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ വഴികളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തിന് നിങ്ങൾ US സ്റ്റോക്സ് കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യത്തിൻ്റെ ലോജിക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷത്തിൻ്റെയും 10 വർഷത്തിൻ്റെ ഡേറ്റ് എടുത്ത് നോക്കിയാൽ നമ്മുടെ നിഫ്റ്റി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാക്കിയ റിട്ടേൺസ് ഇവിടെ കാണാം. 5 ഇയേഴ്സിൽ 14.7% ആണ്. എന്നാൽ S&P 500 US-ലെ ടോപ്പ് 500 കമ്പനീസ് ഉണ്ടാക്കിയ റിട്ടേൺ ഓൾമോസ്റ്റ് അത്ര തന്നെയാണെന്ന് പറയാൻ പറ്റും. നാസ്ഡാക്ക് കുറച്ചും കൂടി കൂടുതലാണ്. നാസ്ഡാക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടെക്നോളജി സ്റ്റോക്സ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ലാസ്റ്റ് 10 ഇയേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി വെറും 8.1% ആണ് CAGR ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ S&Pയും അതുപോലെ നാസ്ഡാക്ക് ഒക്കെ അതിലും സുപ്പീരിയർ ആയിട്ടുള്ള റിട്ടേൺസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഈ S&P 500-നുള്ളിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഈ ടെക്നോളജി സ്റ്റോക്സും AI റെവല്യൂഷനെ ലീഡ് ചെയ്യുന്ന സ്റ്റോക്സുമാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ഓബ്വിയസ്ലി AI സ്റ്റോക്സോ അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി സ്റ്റോക്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു എക്സ്ട്രാ റിട്ടേൺസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് തരാൻ പറ്റിയില്ല. ഇനി നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിട്ടേൺസ് ഒക്കെ USD ടേംസിലാണ് കൊടുത്തിരിക്കുന്നത്. INR ഇന്ത്യൻ റുപ്പി ടേംസിൽ കൊടുക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി ഇത് കുറച്ചുകൂടി കൂടുതലായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും INR ടേംസിൽ നോക്കാൻ പാടില്ല, എപ്പോഴും USD ടേംസിലാണ് നോക്കേണ്ടത്. അതിന്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾ 10 വർഷം മുൻപ് US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ US ഡോളേഴ്സിലാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ തിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ INR-ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് INR എത്രത്തോളം ഡിപ്രീഷിയേറ്റ് ചെയ്തോ ആ റിട്ടേൺസും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഇമാജിൻ ചെയ്യും, കഴിഞ്ഞ ഒരു വർഷം S&P 500 ഉണ്ടാക്കിയ റിട്ടേൺസ് 20% ആണ് US ഡോളേഴ്സിൽ. അതേ ഒരു വർഷം INR 3% ഡിപ്രീഷിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റിട്ടേൺസ് ഇന്ത്യക്കാരിൽ നിന്ന് 23% റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് US സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന എൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഓരോരോ മെത്തേഡ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം പോലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കും കൂടെ ഉപയോഗിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരോടും കൂടി സംസാരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സിമ്പിൾ മെത്തേഡ്. അതായത് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ്, അതായത് ഓൾറെഡി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് തന്നെ അവരുടെ ചെറിയൊരു ശതമാനം US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ പിക്ക് ചെയ്താൽ നിങ്ങൾക്ക് US സ്റ്റോക്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാം, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എടുക്കരുത്. പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 10% കറന്റ് US സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മെറ്റ, ആൽഫബറ്റ് പോലത്തെ കമ്പനീസ്. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗൂഗിളാണ്. അതിലൊക്കെ ഓൾറെഡി ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ 10% പോർട്ട്ഫോളിയോ US സ്റ്റോക്സിലായിരിക്കും ഉണ്ടാവുക. ഇനി ആക്ച്വലി ഇത് 30%-ഉം 35% ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ RBI ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിന് ഒരു ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ലിമിറ്റ് ഓൾറെഡി ഇപ്പോൾ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിനൊന്നും എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ്സ് US ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. പക്ഷേ വൺസ് ആ RBI ലിമിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഒരുപക്ഷെ കുറച്ചും കൂടി പെർസെൻറ്റേജ് അവർ US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ഹൈ എൻഡ് ടെക്നോളജി സ്റ്റോക്സുമായിട്ട് AI റെവല്യൂഷനിൽ പങ്കെടുക്കുന്ന സ്റ്റോക്സിന് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്സും നിങ്ങൾ മിസ് ഔട്ട് ആയി പോകില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി US സ്റ്റോക്സ് മാത്രമല്ല ഇന്ത്യൻ സ്റ്റോക്സ് ഉണ്ടാവുന്നതായിരിക്കും, ഫോറിൻ മിക്സും കൂടെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളായിട്ട് റീബാലൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി. അതിലിപ്പോൾ 70% ഇന്ത്യൻ സ്റ്റോക്സ് ആണ്, 30% US സ്റ്റോക്സ് ആണ്. നാളെ US സ്റ്റോക്സ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് ആ 30% 40% ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ റീബാലൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റോക്സ് ഒക്കെ വിൽക്കേണ്ട ആവശ്യമുണ്ടാവും. ഇവിടെ ആ പരിപാടിയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫണ്ട് മാനേജർ ചെയ്തോളും. മാത്രമല്ല ഈ ഫണ്ട് മാനേജർ വിത്തിൻ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്ന സമയത്ത് അവിടെ ടാക്സേഷൻ എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങളായിട്ട് വിൽക്കുന്ന സമയത്ത് നിങ്ങൾ റീബാലൻസ് ഒക്കെ ചെയ്യുമ്പോൾ ടാക്സേഷൻ വരുന്നതായിരിക്കും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സിമ്പിൾ ടാക്സേഷൻ റൂൾസ് ആണ്. അതായത് ഏതൊരു ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണോ ടാക്സ് ചെയ്യപ്പെടുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും ടാക്സേഷൻ ഉണ്ടാവുക. 1 ഇയർ പ്ലസ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 12.5% ആയിരിക്കും LTCG വരിക. 1 ഇയറിനേക്കാൾ താഴെയാണ് 20% ആയിരിക്കും. ബാക്കിയുള്ള ഏത് മ്യൂച്വൽ ഫണ്ടിനെ പോലെ തന്നെ. ഇനി എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രമേ ഈ ഒരു ടാക്സേഷൻ ഇതുപോലെ വരുള്ളൂ. ഇനിയുള്ള എല്ലാ ഓപ്ഷൻസിലും ടാക്സേഷൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടി പൈസ നിങ്ങൾ എക്സ്ട്രാ ടാക്സിന് വേണ്ടി കൊടുക്കേണ്ടി വരും. ഇനി ഇതിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും മേജർ ഡിസഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ RBI ലിമിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. വൺസ് RBI ലിമിറ്റ്സ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആ ഒരു പെർസെൻറ്റേജ് കൂടി കിട്ടും. പിന്നെ ഇതിൽ വേറൊരു എക്സ്ട്രാ ഡിസഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള സ്റ്റോക്സ് വിൽക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് NVIDIA ആണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് AMD അല്ലെ പാലന്റിയർ പോലത്തെ കമ്പനീസ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പറ്റില്ല. ആ ഫണ്ട് മാനേജർ ഏത് സ്റ്റോക്സിലാണ് വിശ്വസിക്കുന്നത് അതിൻ്റെ എക്സ്പോഷറേ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനീസ് പിക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടെ ഉണ്ടാവില്ല. ഹലോ എവരിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ്
ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഞങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസും അതിൽ നമ്മൾ എന്തൊക്കെയാണ് ആക്ഷൻസ് ഓരോ മാസം എടുക്കുന്ന കാര്യവും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കറന്റ് സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മുടെ മെമ്പർഷിപ്പ് കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസം നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിന്യൂ ആവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ്. അതായത് ബേസിക്കലി ഇതൊക്കെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വേറെ മ്യൂച്വൽ ഫണ്ട്സിലായിരിക്കും. ആ മ്യൂച്വൽ ഫണ്ട് US ഇൻവെസ്റ്റ് ചെയ്യുന്ന US-ലെയോ അല്ലെങ്കിൽ വേറെ കൺട്രീസിലോ ഉള്ള മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഫ്രാങ്ക്ലിൻ US ഓപ്പർച്യൂണിറ്റീസ് ഇക്വിറ്റി ആക്റ്റീവ് ഫണ്ട് ആണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫീഡർ ഫ്രാങ്ക്ലിൻ US ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു ഫണ്ടിലാണ്. എന്നിട്ട് ഈ ഫണ്ടായിരിക്കും US സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുക. ഇനി ഇവിടെ ഞാനൊരു എക്സാമ്പിൾ മാത്രം എടുത്തിരിക്കുന്നത്. ഇതുപോലെ പല ഫണ്ട് ഓഫ് ഫണ്ട്സും ഉണ്ട്. ഇതിൽ US മാത്രമല്ല ചൈനയിലും ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വേറെയും ഫണ്ട് ഓഫ് ഫണ്ട്സ് ഉണ്ട്. ഇതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്ത പോലെ ടെക്നോളജി ഫണ്ട്സ് മാത്രമായിട്ടുള്ള ഫണ്ട്സ് ഉണ്ട്. US മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നോവേഷൻ ഫണ്ട്സ് ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടാവുന്നതായിരിക്കും. മാത്രമല്ല ഇവിടെ ഗുണം ഈ ഫണ്ട്സ് ഒക്കെ ആ പ്രത്യേക കൺട്രീസിൽ ഫോർ എക്സാമ്പിൾ US കൺട്രിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 100% നിങ്ങൾക്ക് US എക്സ്പോഷർ അല്ലെങ്കിൽ ചൈനയിലെ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഏറ്റവും മേജർ ഡിസഡ്വാൻറ്റേജ് 2 ലെയർ എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് വേറൊരു മ്യൂച്വൽ ഫണ്ട് ഓൺ ചെയ്യുന്ന പോലത്തെ സ്ട്രക്ചറാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന മ്യൂച്വൽ ഫണ്ടിന് ഒരു എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാവുന്നതായിരിക്കും. അതുകൂടാതെ ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിന് ഒരു രണ്ടാമത്തെ ലെയർ ഓഫ് എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ എഫക്റ്റീവ്ലി പേ ചെയ്യുക ഈ 2 എക്സ്പെൻസ് റേഷ്യോയും കൂടെ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ ഏത് വെബ്സൈറ്റ് എടുത്തോ അല്ലെങ്കിൽ ഏത് ആപ്പ് എടുത്തോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ 0.58% ആയിരിക്കും കാണാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ല അതിന് ശരിക്കും എക്സ്പെൻസ് റേഷ്യോ. ആ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫണ്ട് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ 0.85% ആണ് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ നിങ്ങൾ എഫക്റ്റീവ്ലി പേ ചെയ്യാൻ പോകുന്ന ഈ രണ്ടും കൂടി ചേർത്തിട്ട് 1.43% എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ പല ആപ്പിൽ നിന്നും അല്ലെങ്കിൽ പല വെബ്സൈറ്റിൽ നിന്ന് ഹിഡൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പോയി കണ്ടുപിടിക്കണം. ആ മ്യൂച്വൽ ഫണ്ട് ഡോക്യുമെന്റ്സ് ഒക്കെ വായിച്ച് കണ്ടുപിടിക്കണം ആ ഉള്ളിൽ കിടക്കുന്ന ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എത്രയാണ്. അത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. മിക്ക സമയത്ത് അത് വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ഫസ്റ്റ് ഓപ്ഷൻ ഒഴിച്ചുള്ള ഇനി പറയാൻ പോകുന്ന ഓപ്ഷനുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് ബേസിക്കലി LTCG വരുന്ന 2 years പ്ലസ് ആണ്. അതായത് ബേസിക്കലി 2 yearsന്റെ മുകളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് വിറ്റാൽ മാത്രമേ നിങ്ങൾക്ക് LTCG ആപ്ലിക്കബിൾ ഉള്ളൂ. മാത്രമല്ല ആ LTCG വരുന്ന നേരത്തെ കണ്ട പോലെ 12.5% അല്ല 20% ആണ്. മാത്രമല്ല SDCG ആണെങ്കിൽ ലെസ് ദാൻ 2 yearsൽ നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലാബ് റേറ്റ് എന്താണോ അത് പ്രകാരമായിരിക്കും ടാക്സേഷൻ ഉണ്ടാവുക. ഇനി ഒബ്വിയസ്ലി ടാക്സേഷൻ്റെ റൂൾസ് ഒക്കെ ഓരോ വർഷം ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കറൻ്റ്ലി ഇതാണ് സ്ഥിതി. ഇനി മൂന്നാമത്തെ വഴി നോക്കാം. മൂന്നാമത്തെ വഴിയാണ് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് US സ്റ്റോക്ക് മാർക്കറ്റിൽ പല ഇൻഡെക്സ് ഉണ്ട്. അതിൽ മേജർ 2 ഇൻഡെക്സുകളാണ്. ഒന്ന് നാസ്ഡാക്ക് 100 ഇൻഡെക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ടെക്നോളജി സ്റ്റോക്സ് ആയിരിക്കും ഇതിൽ വെയിറ്റേജ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ S&P 500 ഇൻഡെക്സ് US സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ടോപ്പ് 500 കമ്പനീസ് ആണ്. വീണ്ടും മനസ്സിലാക്കേണ്ടത് ഇതിലും നാസ്ഡാക്കിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും കൂടുതൽ ടെക്നോളജി സ്റ്റോക്സ് ആയിരിക്കും ഉണ്ടാവും. എന്നാലും കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടുള്ള 500 സ്റ്റോക്സിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ സ്റ്റോക്സ് പിക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഡെക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നാസ്ഡാക്കിലാണ് നിങ്ങൾക്ക് 100 സ്റ്റോക്ക് അവിടെ ഉണ്ടാവുന്നതായിരിക്കും. S&P 500 500 സ്റ്റോക്കിനായിരിക്കും നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഇൻഡെക്സുകളുടെയൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്ത് സ്റ്റോക്ക് പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണോ US ഏറ്റവും ടോപ്പ് കമ്പനീസ് അതിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എക്സ്പോഷർ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ S&P 500 നാസ്ഡാക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളിൻ്റെ ഒക്കെ എക്സ്പോഷർ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ പൊതുവേ വളരെ കുറവായിരിക്കും. നേരത്തെ കണ്ട ഫണ്ട് ഓഫ് ഫണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് ഓഫ് ഫണ്ട്സിൻ്റെ പോലത്തെ ടാക്സേഷൻ ആണ്. അല്ലാതെ ഡിസഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. പക്ഷേ കറൻറ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ പല ഫണ്ട്സിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ RBI ലിമിറ്റ്സ് ഹിറ്റ് ആയതുകൊണ്ട് തന്നെ പല ഫണ്ട്സും അവരുടെ ഫണ്ടുകൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ചില ഫണ്ടുകളൊക്കെ വല്ലപ്പോഴൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു എപ്പോഴായിരിക്കും ഇത് ഓപ്പൺ ആവുമെന്നുള്ളതായിരിക്കും. നാലാമത്തെ വഴി ഈ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഒരു വഴിയാണ് ഇൻഡെക്സിൻ്റെ ETFകൾ. അപ്പോൾ ETF എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ്, പക്ഷേ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്സ്. ഇപ്പോൾ സാധാരണ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്നു, പിന്നെ നിങ്ങൾക്ക് ആർക്കും വിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ പറ്റും. അത് റിഡീം ചെയ്യുക അന്നത്തെ എൻഡ് ഓഫ് ഡേ എന്താണോ അതിൻ്റെ പ്രൈസ്, അതിനെ നമ്മൾ NAV എന്നാണ് വിളിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നിങ്ങൾക്ക് റിഡംഷൻ കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കിട്ടാൻ പോകുന്നത്. എന്നാൽ ETF-ൻ്റെ ഗുണം വെച്ചാൽ ഇത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നാസ്ഡാക്ക് 100 മ്യൂച്വൽ ഫണ്ടിന് പകരം ETF ആണെങ്കിൽ നിങ്ങൾക്ക് റിയൽ ടൈം ട്രേഡ് ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ വിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഇത് വിൽക്കാനും വാങ്ങാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളോ തന്നെയാണ്. ഫസ്റ്റ് ട്രേഡബിൾ ആണ്. ഈ ട്രേഡബിൾ എന്നുള്ള കാര്യം ഇൻഹറൻ്റ്ലി ഒരു അഡ്വാൻറ്റേജ് അല്ല. പക്ഷേ നിങ്ങൾ ഫോർ എക്സാമ്പിൾ S&P 500 പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര ഡിപ്പ് അടിച്ചു. ആ ഡിപ്പിൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ ETF വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ S&P 500 ഇൻഡെക്സ് ഫണ്ട് വാങ്ങാൻ പോയാൽ മേ ബി ആ ഒരു ദിവസം തിരിച്ച് അത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ആ പൊങ്ങി വന്ന ആ എൻഡ് ചെയ്ത നാവിലായിരിക്കും ഇൻഡെക്സ് ഫണ്ട് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിപ്പിൽ ഇൻഡെക്സ് ഫണ്ട് വാങ്ങാൻ പറ്റണമെന്നില്ല. പക്ഷേ ETF ആകുമ്പോൾ അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതാണ് ചെറിയൊരു അഡ്വാൻറ്റേജ്. ലോങ് ടേമിൽ ഈ കാര്യമൊന്നും വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കില്ല, പക്ഷേ ഷോർട്ട് ടേമിൽ ചെറിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ജനറലി ഈ ഇൻഡെക്സ് ഫണ്ടിലേക്കാളും കുറച്ച് എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവില്ല, കുറച്ചേ കുറവുണ്ടാവുള്ളൂ. പക്ഷേ ഈ ETFസിന് കുറേ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഫോറിൻ ETFസിനാണ് ഈ ഡിസഡ്വാൻറ്റേജുകൾ കുറച്ച് കൂടുതൽ. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് പ്രൈസ് വേഴ്സസ് നാവ് ഡിഫറൻസ്. അതായത് എല്ലാ ETF-നും ഒരു നാവ് ഉണ്ടാവുന്നതായിരിക്കും. അതിൻ്റെ ശരിക്കത്തെ വാല്യൂ നമുക്ക് പറയാം. അതിന് പുറമെ നമുക്ക് ETF ട്രേഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിനൊരു പ്രൈസും ഉണ്ടാവുന്നതായിരിക്കും. ഐഡിയലി ഈ നാവും പ്രൈസും ഓൾമോസ്റ്റ് ഒരേപോലെയാണ് പോകേണ്ടത്. പക്ഷേ പല സമയങ്ങളിൽ ഈ പ്രൈസ് നാവിൻ്റെ മുകളിലും ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ താഴെ ഉണ്ടാവാറുണ്ട്. ഈ പ്രൈസ് നാവിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് ഒരു നഷ്ടമാണ് ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് ഇത് വാങ്ങുന്നത്. കാരണം ഇത്രയും വാല്യൂ ഉള്ള സാധനത്തിന് നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ടായിരിക്കും വാങ്ങുന്നത്. ഒബ്വിയസ്ലി പ്രൈസ് നാവിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, അത് നാവിൻ്റെ താഴേക്ക് പോകാനുള്ള കാരണം മേ ബി ആ ഒരു ETF-ൻ്റെ ലിക്വിഡിറ്റി കുറഞ്ഞതുകൊണ്ടാവാം. അങ്ങനെ ലിക്വിഡിറ്റി ഭയങ്കര കുറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സമയം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസിൽ ഇത് വിൽക്കാൻ പറ്റണമെന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് ബിഡ് ആ സ്പ്രെഡ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് സ്റ്റോക്ക് വാങ്ങുന്ന ആൾക്കാർക്കും അറിയാം, അവിടെ ഒരു ബിഡ് ആ സ്പ്രെഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വാങ്ങണം, നിങ്ങൾക്ക് 100 രൂപയ്ക്കാണ് സ്റ്റോക്ക് വാങ്ങേണ്ടത്. പക്ഷേ 100 രൂപയ്ക്ക് തന്നെ ഒരാൾ വിൽക്കണമെന്ന് നിർബന്ധമില്ല. അയാളുടെ ചിലപ്പോൾ ആസ്ക് പ്രൈസ്, അതായത് ഏറ്റവും കുറവ് വിൽക്കാൻ പറ്റുന്ന പ്രൈസ് ചിലപ്പോൾ മാർക്കറ്റിൽ കറൻറ്റ്ലി 102 രൂപയായിരിക്കും. അപ്പം നിങ്ങൾ 100 രൂപയ്ക്ക് ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസും ചിലപ്പം 100 രൂപയായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ആ ഓർഡർ കിട്ടണമെന്നില്ല. കാരണം കറൻറ്റ്ലി ആസ്ക് പ്രൈസ് 102 രൂപയായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ബിഡ് ആസ്ക് സ്പ്രെഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ബിഡ് ചെയ്തിരിക്കുന്ന 100 രൂപയാണെങ്കിലും ഏറ്റവും കുറവുള്ള ആസ്ക് പ്രൈസ് 102 രൂപയാണ്. അപ്പോൾ ആ 2 രൂപയാണ് നമ്മളിവിടെ ബിഡ് ആ സ്പ്രെഡ് എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ 102 രൂപ, അത് എക്സ്ട്രാ ആ ഒരു ബിഡ് ആ സ്പ്രെഡ് കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ETFസിൻ്റെ കേസിൽ ഈ ഒരു ബിഡ് ആ സ്പ്രെഡ് പൊതുവേ കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് ഈ ഫോറിൻ ETFസിൻ്റെ ലിക്വിഡിറ്റി കുറവുള്ള ഫോറിൻ ETFസിൻ്റെ കേസിൽ. അപ്പോൾ ആ ഒരു ഹിഡൻ കോസ്റ്റ് അവിടെ വരുന്നതായിരിക്കും. ഇതിന് ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എപ്പോഴും ഞാൻ പറയുന്നില്ല, ഇനിയുള്ള എല്ലാത്തിലും ആ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ടാക്സേഷനാണ്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. നമ്മൾ ഫസ്റ്റ് മെത്തേഡിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വഴി നോക്കാം. അടുത്ത വഴിയാണ് കുറച്ചുകൂടി എക്സൈറ്റിംഗ് വഴി. കാരണം ഈ ഒരു വഴിയിലൂടെയാണ് നിങ്ങൾക്ക് ആക്ച്വലി ഇൻഡിവിജ്വൽ സ്റ്റോക്സ് വാങ്ങാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് US കമ്പനീസിൻ്റെ സ്റ്റോക്സ് ഇന്ത്യയിൽ നിന്ന് വാങ്ങണമെങ്കിൽ അതിനുള്ള വഴിയുണ്ട്. ആ വഴിയാണ് നമ്മൾ LRS റൂട്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഈ LRS റൂട്ട് വഴി നിങ്ങൾക്ക് പല പല ആപ്പുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, US കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ IND മണി ഉണ്ട്, വെസ്റ്റഡ് ഉണ്ട്, ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സ് ഉണ്ട്. ഇവർ 3 പേരാണ് മേജറായിട്ട് US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അലോ ചെയ്യുന്ന ബ്രോക്കറേജസ്. അപ്പോൾ ഇത് കുറച്ചുകൂടി പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ IND മണിയുടെ US സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് കമ്പനീസ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അലിബാബ എന്നുള്ള കമ്പനി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റോക്ക് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്, ജസ്റ്റ് റെഫറൻസിന് വേണ്ടി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം എടുക്കാം. ഇതുകൂടാതെ നിങ്ങൾക്ക് ETFs വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ S&P 500 ETF ഇന്ത്യയിൽ നിന്ന് വാങ്ങാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്രോക്കറേജ് വഴി നിങ്ങൾക്ക് വാങ്ങാം. വ്യത്യാസം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും, ഇതിൽ കുറച്ചുകൂടി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ETFs കാണാം. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ കമ്പനീസ് ആൽഫബറ്റ്, AMD, ആമസോൺ, ഊബറിൻ്റെ ഒക്കെ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് വാങ്ങിച്ചു വെച്ചതും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് വാങ്ങണം എന്നാണ് ശരിക്കും ആഗ്രഹമെങ്കിൽ, അതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്രോക്കറേജ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ഉപയോഗിക്കുന്ന IND മണിയും ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സാണ്. ഓരോന്നിനും അതിൻ്റെതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒരു വീഡിയോ വേണമെങ്കിൽ, അതായത് ഓരോരോ പ്ലാറ്റ്ഫോമിൻ്റെ വ്യത്യാസം എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ് എന്താണ്, എത്രയാണ് അതിൻ്റെ ചാർജസ് ഡിഫറൻസ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബ്രോക്കറേജസ് വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് സ്റ്റോക്സ് വാങ്ങാം. നിങ്ങൾക്ക് S&P 500 500 സ്റ്റോക്കും നാസ്ഡാക്കിൽ 100 സ്റ്റോക്കോ വാങ്ങുന്നതിന് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കാണുന്ന 5-10 സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ഗ്ലോബൽ ETFസിന് ആക്സസ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ETFs വാങ്ങുകയാണ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങുകയാണെങ്കിൽ അവിടെ നാസ്ഡാക്ക് അല്ലെങ്കിൽ S&P 500 അങ്ങനത്തെ വളരെ കുറച്ച് ഇൻഡെക്സുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് എക്സ്പോഷർ ഉള്ളൂ. എന്നാൽ ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല കൺട്രീസിലെ പല പല ടൈപ്പ് ഓഫ് ETFs നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്. ഒബ്വിയസ്ലി അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജും റിസ്ക്കുകളും മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്താലേ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനത്തെ ആക്സസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഈ അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കുറച്ചൊരു മെനക്കെട്ട പരിപാടിയാണ്. ഒരു 3 വർഷം മുൻപുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഈസിയാണ്. 3 വർഷം മുമ്പ് കുറേ പേപ്പർ വർക്ക് ചെയ്തിട്ടാണ് ഈ പണി ചെയ്യേണ്ടത്. ഇപ്പം ഡിജിറ്റലി എല്ലാം ചെയ്യാവുന്നതാണ്, എങ്കിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ എടുത്തില്ലെങ്കിലും വേറെ ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ഒന്ന് ബ്രോക്കറേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്സിൽ നിങ്ങൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രോക്കറേജ് കൊടുക്കുന്ന പോലെ തന്നെ ഇതിൽ നിങ്ങൾ കൊടുക്കണം. ജനറലി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും ബ്രോക്കറേജ് എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെയും. പിന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ INR നിന്ന് USD കൺവേർട്ട് ചെയ്യുമ്പോൾ സാധാരണയുള്ള ഗൂഗിളിൽ കാണുന്ന കൺവേർഷനേക്കാളും കൂടുതൽ പൈസ കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കുറയ്ക്കാനും കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.
പിന്നെ ഇത് കൂടാതെ നിങ്ങൾ 10 lakhs മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 20% TCS ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് കൊണ്ടുപോകും. ഒബ്വിയസ്ലി നിങ്ങൾ ഇൻകം ടാക്സ് ഫയലിംഗ് സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പറ്റും. പക്ഷേ ആ ഒരു ഇനീഷ്യൽ സമയത്ത് 10 lakhs മുകളിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ഈ TCS പോകുന്നതായിരിക്കും. പിന്നെ ടാക്സ് ഫയലിംഗ് ജനറലി കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം അഡീഷണൽ ആയിട്ട് കുറേ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ US ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഇതിന് മുൻപുള്ള മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ഫോംസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു CA ഇല്ലെങ്കിൽ ഇതൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മേ ബി നിങ്ങൾ CA ഹയർ ചെയ്യേണ്ടി വരും. പിന്നെ എസ്റ്റേറ്റ് ടാക്സിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ മൊത്തം US ഇൻവെസ്റ്റ്മെൻറ്റ്സ് $60,000 മുകളിൽ പോയി കഴിഞ്ഞാൽ ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഒരു സമയത്ത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ 40 to 45% ടാക്സ് US ഗവൺമെൻറ് കൊണ്ടുപോയിട്ട് ബാക്കി എമൗണ്ടേ നിങ്ങളുടെ നോമിനീസിന് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള US ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു ലിമിറ്റിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷേ ഈ ഒരു പ്രശ്നം ബൈപ്പാസ് ചെയ്യാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഐറിഷ് ഡൊമിസൈൽ ETFസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആ കമ്പാരിസൺ വീഡിയോയിൽ നമുക്ക് ചെയ്യാം. കാരണം ആ ഫെസിലിറ്റി നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ബ്രോക്കറിൽ മാത്രമേ കിട്ടുള്ളൂ. IND മണിയിലും വെസ്റ്റേണിലൊന്നും കിട്ടുന്നില്ല. പിന്നെ ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു ടാക്സേഷൻ ആണ്. അപ്പോൾ നേരത്തെ കണ്ട എല്ലാ വഴികളുടെയും സെയിം ടാക്സേഷൻ ആണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് വഴി നോക്കാം. ഇത് പുതുതായി വന്ന ഒരു സംവിധാനമാണ്. അതായത് ഇന്ത്യയിലെ ഗിഫ്റ്റ് സിറ്റി ബേസ്ഡ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട് പോലത്തെ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫണ്ട്സ് ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറന്റ് DSPയുടെ ഒരു ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇനിയും അങ്ങനത്തെ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫണ്ടുകളുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ RBIയുടെ അഥവാ സെബിയുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് ഇവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കറന്റ് പോയിട്ട് ഇങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട് അല്ല ശരിക്കും ഇങ്ങനത്തെ ഫണ്ടുകൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് USഉം ബാക്കിയുള്ള ഗ്ലോബൽ മാർക്കറ്റ്സിലേക്ക് എക്സ്പോഷർ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഫണ്ട്സിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലാണ്. 1 to 1.25% ആണ്. കൂടുതൽ ഫണ്ടുകൾ വരുന്നതനുസരിച്ച് ഇത് കുറയാനുള്ള ചാൻസും കാണുന്നുണ്ട്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് കറന്റ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് $5,000 നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇങ്ങനത്തെ ഫണ്ടുകൾക്കൊന്നും പാസ്റ്റ് പെർഫോമൻസ് ഡേറ്റ ഇല്ല. അതുകൊണ്ട് ഫ്യൂച്ചറിൽ എങ്ങനെ പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. നാലാമത്തെ കാര്യം ടാക്സ് ഫയലിംഗ് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. കാരണം ഇത് പുതിയ ടൈപ്പ് ഫണ്ടാണ്. ടെക്നിക്കലി ഇത് മ്യൂച്വൽ ഫണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല. അപ്പം ടാക്സേഷൻ വൈസ് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ CA ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ എക്സ്ട്രാ കോംപ്ലിക്കേഷൻ ആയിരിക്കും. പിന്നെ ടാക്സേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 years മുകളിലാണ് LTCG കിട്ടുന്നതായിരിക്കും. പക്ഷേ STCG ഞാൻ മനസ്സിലാക്കിയിടത്തോളം 40 to 45% ലെവലിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 years താഴെയാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ഫണ്ട് വാങ്ങാതിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസും കൂടെ വെച്ചിട്ട് നഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ 6 വഴികളാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ഇതിൽ ഏറ്റവും സിമ്പിൾ ഏതാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും ഇന്ത്യൻ സ്റ്റോക്സിലും US സ്റ്റോക്സിലും രണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി. രണ്ടാമത്തെ ഈസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് പറയും S&P 500 അല്ലെങ്കിൽ നാസ്ഡാക്ക് പോലത്തെ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ട് വാങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈസിനെസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ 2 മെത്തേഡ്സ് ആണ് ഏറ്റവും അടിപൊളി. എന്നാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് വാങ്ങണമെങ്കിൽ ആകെ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. ആ മെത്തേഡ്സിന് കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്, സ്റ്റോക്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുകയാണ്, മേ ബി ഇറ്റ് മൈ ബി വർത്ത് ഇറ്റ്. ഇനി പേഴ്സണലി ഞാൻ അവോയ്ഡ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഈ ഗിഫ്റ്റ് സിറ്റി റൂട്ടാണ്. പിന്നെ ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ്. കാരണം ഭയങ്കര എക്സ്പെൻസ് റേഷ്യോ ആണ്. ETFs ഞാൻ കറന്റ് അവോയ്ഡ് ചെയ്യും. കാരണം ലിക്വിഡിറ്റി വളരെ കുറവാണ്. മാത്രമല്ല ബിഡ് ആസ്ക് പ്രോഡക്റ്റ് ഭയങ്കര കൂടുതലുമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പേഴ്സണലി ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. ഇതൊക്കെ ഒരു എഡ്യൂക്കേഷണൽ പോയിന്റ് ഓഫ് വ്യൂ മാത്രം നിങ്ങൾ കാണാം. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് സ്റ്റോക്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.